നമസ്കാരം. റാഫ്റ്റ് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി മയം ഇന്നലെ നമ്മൾ കാണുന്നതാണ്. ഇരട്ട ഗോളുകൾ മെസ്സി അടിച്ചപ്പോൾ ഓസ്ട്രിയ അർജൻറ്റീനയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. തുടർച്ചയായ രണ്ടാം വിജയത്തോടുകൂടി അർജൻറ്റീന റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കിയിരിക്കുന്നു. നമ്മോടൊപ്പം കളി വിലയിരുത്താൻ വേണ്ടി ഫുട്ബോൾ നിരീക്ഷകൻ ഷിയാബ് സാറുണ്ട്. വെൽക്കം ഷിയാബ് സാർ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അർജൻറ്റീനയുടെ സ്ട്രൈക്കർമാർ ഹുലിൻ ആൽവാരസും ലൗട്ടറോ മാർട്ടിനസും ഒന്നും ഗോൾ അടിക്കുന്നില്ലെങ്കിലും മെസ്സി അവിടെ ഉണ്ട്. മെസ്സി മതി. അതെ, കളിയെക്കുറിച്ച് കളിയിൽ അസാധാരണത്വമൊന്നും ഇല്ലെങ്കിലും മെസ്സിയെക്കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? വാട്ട് ആൻ ഇൻക്രെഡിബിൾ പ്ലെയർ ഹീസ്. അതാണ്. ഇതിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം 39 വയസ്സാണ്. നാളെ ബർത്ത്ഡേ. 39 വയസ്സിലാണ് ഈ കളി കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ 35 വയസ്സിന് ശേഷമാണ് മെസ്സിയുടെ 12 വേൾഡ് കപ്പ് ഗോളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും പറയാറില്ലേ, ഏജിങ് ലൈക്ക് എ ഫൈൻ വൈൻ എന്ന് പലരെ പറ്റിയും പറയാറുണ്ട്. അങ്ങനെ വേറെ ആരെ പറ്റി ഇനി പറയണ്ട. അത് പൂർണ്ണമായിട്ടും മെസ്സിക്കുള്ള വിശേഷമാണ് തോന്നുന്നു. പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞ്. അതാണ്. അപ്പോൾ ഈ മെസ്സിയുടെ കളിയിൽ സാറ് കണ്ട പ്രത്യേകതകൾ ഇന്നലെ എന്തൊക്കെയാണ്? ഇന്നലത്തെ കളിയിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്ക് മാത്രം പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഗോളുകൾ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മധ്യനിരയിൽ മെസ്സി എന്ന് പറയുന്നത് പരമാവധി പൂട്ടാൻ ശ്രമിച്ചിരുന്നു മെസ്സിയെ. പക്ഷെ എന്നാലും ആ പൂട്ടുകൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള മെസ്സിയുടെ പ്രത്യേക കഴിവാണ്. എസ്പെഷ്യലി മെസ്സിക്ക് സപ്പോർട്ട് എന്ന് പറയാനിപ്പോൾ ഇന്നലെ ആൽവരസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലോത്തറോ മാർട്ടിനസ് ഉണ്ടായിരുന്നു, പിന്നെ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇവർക്കൊന്നും ഗോൾ സ്കോർ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ മെസ്സി ഗോൾ സ്കോർ ചെയ്യാൻ അവിടെ സാധിച്ചുള്ളതിനെ മെസ്സി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതാണ്. മെസ്സിയുടെ കളിയുടെ ഒരു രീതി, എങ്ങനെയും അദ്ദേഹം ഗോളിലേക്കുള്ള ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവുന്നതാണ്. മെസ്സി എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യത്തിലുള്ള അതിനൊരു പർപ്പസ് ഉണ്ട്. സോ മെസ്സി ഈവൻ ഒരു ഡ്രിബിളിംഗ് ആണെങ്കിൽ പോലും അപ്പോൾ നമ്മളൊരു ആക്ച്വലി എന്താ പറയുക, നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു പർപ്പസോട് കൂടിയിട്ടാണ് എന്തും ചെയ്യുന്നത്. അല്ല ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് അല്ല ഒരു പ്രകടനപരത എന്ന് പറയുന്ന രീതിയിലല്ല മെസ്സിയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിലൊക്കെ ഒരു ലക്ഷ്യമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് മെസ്സിയെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഷോ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ഡ്രിബിൾ ചെയ്യാറില്ല, അദ്ദേഹം എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള നീക്കങ്ങൾ നടത്താറില്ല. അതൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിൽ അതൊരു കറക്റ്റ് പർപ്പസിന് വേണ്ടിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില താരങ്ങൾ നമ്മൾ പറയാറുണ്ട് ഓവർ ഡ്രിബിളിംഗ് ആണ്, വെറുതെ. ഇപ്പം വിനീഷ്യസിനൊക്കെ പറ്റി ആ രൂപത്തിലൊക്കെ നേരത്തെയൊക്കെ വിമർശനങ്ങൾ. ഇപ്പോൾ നെയ്മറെ പറ്റി പോലും നേരത്തെ അത്തരത്തിൽ ഷോ ബോട്ടിംഗ് എന്നൊക്കെ. പക്ഷെ മെസ്സി അങ്ങനെ അല്ല. മെസ്സി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ അതിനൊരു പർപ്പസ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ അർജൻറ്റീനയുടെ കളി നോക്കുമ്പോൾ മറുഭാഗത്ത് ഓസ്ട്രിയയാണ്. ഓസ്ട്രിയ നല്ല ഫിസിക്കലി നന്നായിട്ട് കളിക്കുന്ന ടീമാണ്. അവരവരുടെ കളി കളിച്ചിട്ടുമുണ്ട്. പക്ഷേ അർജൻറ്റീന ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് അല്ലേ മൊത്തത്തിൽ എങ്ങനെ അർജന്റീന കളിയെ കാണാം? ഇന്നലത്തെ കളിയെ നോക്കി കാണുന്നുണ്ട്. കളിയേക്കാൾ കൂടുതൽ പരുക്കൻ കളി അല്ലെ കയ്യാൻ കളി എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് പല സമയങ്ങളിലും കഴിഞ്ഞ വർഷത്തെ ലുസൈലിലെ നെതർലൻഡ്സുമായിട്ടുള്ള ഒരുപാട് കടുത്ത ടാക്ലിങ്, അതേപോലെ തന്നെ ചാലഞ്ചസ്, ഇതേപോലെ തന്നെ എന്താ പറയുക ഇൻഡിവിജ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിലുള്ള പോർവിളികൾ, ഇങ്ങനത്തെ രീതിയിലൊക്കെ അത് ഈ എസ്പെഷ്യലി അതേപോലെ തന്നെ നമ്മൾ ഇടയിൽ വരുന്ന ഈ ബ്രേക്ക് ഉണ്ടല്ലോ, അത് പലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാണ് ചില കേസുകളിലൊക്കെ ചിലപ്പോൾ എന്തോ അത്യാവശ്യമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ കളിയുടെ ഫ്ലോ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൂടി വന്നപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ കളിയിൽ കളി ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് സത്യം പറയുന്നത്. അങ്ങനെ ഒരുപാട് സമയം അങ്ങനെയായിട്ട് പോയി ഫസ്റ്റ് ഹാഫൊക്കെ. നമ്മൾ കളി തുടങ്ങിയപ്പോഴും എനിക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഈ കളി പുരോഗമിക്കും തോറും ഇങ്ങനെയുള്ളൊരു ഡ്യുവൽസിലേക്ക് കാര്യങ്ങൾ പോകും. എന്ന് പറഞ്ഞാൽ കളിയിലെ ഡ്യുവൽസ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ പോർവിളികളും കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു ഫീല് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പ്രതീക്ഷയാണ് ഓസ്ട്രേലിയ എന്ന് വെച്ചെങ്കിൽ നല്ല പ്രസ് ചെയ്ത് കളിക്കുന്ന ടീമാണ് എന്നുള്ളത്, അതേപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിങ്ങിൽ വളരെ ഡേഞ്ചറസ് ആണ് എന്നുള്ള രീതിയിലെ കുറച്ച് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷെ അതേപോലെ തന്നെ കടുത്ത ടാക്ലിങ്ങും ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പല രീതിയിലുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള അഭിനയങ്ങൾ കാണാൻ പറ്റിയിരുന്നു, എല്ലാ രീതിയിലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ മത്സരങ്ങൾ. പക്ഷെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു കളി കണ്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ നല്ലൊരു കളി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് എല്ലാ ചേരുവകളും അടങ്ങിയ ഒരു കളിയാണ് എന്നാണ് സാർ പറയുന്നത്. സ്വാഭാവികമാണ്. ഇപ്പം രണ്ട് നല്ല ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ഇത്തരത്തിലുണ്ടാകും. പ്രത്യേകിച്ച് യൂറോപ്യൻ ടീമുകൾ അവരുടെ ഫിസിക്കാലിറ്റി ഒക്കെ ഉപയോഗിച്ച് എതിർ ടീമുകളൊന്ന് ഭയപ്പെടുത്താനുള്ളൊരു അവർ സ്വാഭാവികമായിട്ട് നടത്തും. അതാണ് ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അതിലൂടെ സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഗോള് അടിക്കാനുള്ള അവസരം അർജൻറ്റീനയ്ക്ക് പെനാൽറ്റി
മെസ്സി പെനാൽറ്റികൾ മിസ് ചെയ്യുന്നു. വേൾഡ് കപ്പിൽ 7 പെനാൽറ്റികളാണ് മെസ്സി ആകെ എടുത്തിട്ടുള്ളത് ഇതുവരെ, എല്ലാ കണക്കും കൂടി. അതിലാൾ 3 മിസ് ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അവിടെ അങ്ങനെ ഒരു പെനാൽറ്റി? കഴിഞ്ഞ വർഷം ആദ്യത്തെ കളിയിൽ സൗദിയായിട്ട് ഒരു പെനാൽറ്റി മിസ് ചെയ്തിരുന്നു. പക്ഷെ നല്ല ഷോട്ടായിരുന്നു അത് ഗോളിയുടെ ഒരു മികച്ച സേവിങ്ങിലൂടെ നഷ്ടപ്പെട്ടത്. ആക്ച്വലി എന്താ പറയുക, അത് മിസ്സായതാണ്. പക്ഷേ ഈ ഒരു കളിയിൽ എനിക്ക് തോന്നുന്നു വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ സമ്മർദ്ദമൊന്നുമില്ല. കഴിഞ്ഞ വർഷം അത് ഗോളായ തീരൂ എന്നുള്ള സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ പെനാൽറ്റി കിക്ക് എടുക്കുമ്പോൾ ഒരു കാഷ്വൽ അപ്രോച്ച്, ഉള്ളിലൊരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടി ഒരു കാഷ്വൽ അപ്രോച്ച് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇത് ഗോളായില്ലെങ്കിലും വലിയ പ്രശ്നം വെച്ചെങ്കിൽ ഈ കളിയിലൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും, സമനില ആയാൽ പോലും ഒരുപക്ഷെ മുന്നേറാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളൊക്കെ ചിലപ്പോൾ മനസ്സിലൂടെ കടന്നു പോയിരുന്നോ എന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും. അതായത് ഗോൾ ആകണം എന്ന് തീരുമാനിച്ചുറച്ച രീതിയിലുള്ള ഒരു ഷോട്ട് ആയിരുന്നില്ല എന്നുള്ള ഒരു പൂർ ഷോട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അറ്റംപ്റ്റ് പൂർ ആയിരുന്നു. അത് വൈഡായിട്ട് പുറത്തേക്ക് അത് മെസ്സിനെ സമ്മതിച്ചിട്ടുണ്ട്. അതെ. മെസ്സി പിന്നെ കളിക്ക് ശേഷം പറഞ്ഞു, ഇപ്പോൾ അത് ഗോളായാലേ അടുത്ത 2 ഗോൾ വന്നില്ലെങ്കിലും ചോദിക്കുന്നുണ്ട്. നമുക്ക് ഈ ബട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല എന്നാണ്. അത് പോയത് പോയി. അതോ അപ്പം ചോദിക്കുന്നുണ്ട്, അത് ഗോളാക്കിയ ഹാട്രിക് ആവൂലേ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കളിയിൽ ഹാട്രിക്ക്, രണ്ടാമത്തെ കളിയിലും ഹാട്രിക് ആവൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മെസ്സിയുടെ മറുപടി, അത് ഗോളാക്കിയാൽ ചിലപ്പോൾ അടുത്ത 2 ഗോൾ വന്നില്ലെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. അത് അങ്ങനെയാണ് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് പോകുന്ന ഒരു മെസ്സിയാണ് സത്യത്തിൽ നമ്മളിവിടെ കാണുന്നത്. പിന്നെ ചില കമൻറ്റേറ്റേഴ്സ് അതിൻ്റെ വിശകലനങ്ങളിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെസ്സി ഞാൻ ഏലിയനല്ല, ഞാൻ മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പെനാൽറ്റി മിസ് ചെയ്തു എന്ന രൂപത്തിൽ വിലയിരുത്തുന്നവരും. അപ്പം അതല്ലാതെ മറ്റൊരു മിസ്റ്റേക്കും മെസ്സിയുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു പെനാൽറ്റി മിസ്, അത് മുമ്പൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ തമാശയായിട്ട് സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട്, പെനാൽറ്റിയാണ് എനിക്ക് പേടി. അത് എനിക്ക് മാത്രമല്ല, എല്ലാ മെസ്സി ഫാൻസിനും അത് തന്നെ പേടിയെന്ന് പറയുന്ന ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷേ കഴിഞ്ഞ ഇന്നലത്തെ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയുടെ ഫാൻസിനെ സംബന്ധിച്ച് 2 ഗോൾ അടിച്ചുകൊണ്ട് മാത്രം. അപ്പൊ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി പ്രൗഡ് ആവുന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റിയിലൂടെ അല്ലല്ലോ, അല്ലെങ്കിൽ മെസ്സിക്ക് ഗോൾ അടിക്കാൻ പെനാൽറ്റി അതല്ലേ ഹീറോയിസം എന്നുള്ള രീതിയിലാണ് പെനാൽറ്റി ഒക്കെ ഒഴിവാക്കിയിട്ട്. അപ്പം മെസ്സി ഈ 39ാമത്തെ വയസ്സിൽ കളിക്കുന്ന കളി, അത് തന്നെ ഇപ്പോൾ നമുക്ക് ആകെ ഈ കളിയെ വിലയിരുത്തുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ നിരീക്ഷകൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അർജന്റീന ഏറ്റവും പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്രോച്ചാണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. അതായത് ഇവർക്കെതിരെയൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് കുറേ പാസുകൾ മാക്സിമം ട്രൈ ചെയ്തിട്ട്, പേഷ്യൻസോട് കൂടി ട്രൈ ചെയ്തിട്ട് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. അത് തന്നെയാണ് അർജന്റീന ചെയ്തത്. പിന്നെ സെൻട്രലി കളിക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഒരു പാർശ്വങ്ങളിലേക്ക്, വിങ്ങുകളിലേക്ക് ഏറെ പോകുന്നതിന് പകരം സെൻട്രലി മെസ്സിയിലേക്ക് ബോൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പെനാൽറ്റി മിസ്സായതിനു ശേഷമുള്ളൊരു സമയത്ത് തിയാഗോ അൽമൈഡ സ്വയം സ്റ്റെപ്പ് ചെയ്ത് അറ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഫേസിനെ പറ്റി എങ്ങനെ പറയുന്നത്, കളിയുടെ ആ ഘട്ടത്തിനെ പറ്റിയിട്ട്, പെനാൽറ്റി മിസ് ചെയ്തതിന് ശേഷമുള്ളത്? അതിൽ എടുത്തു പറയേണ്ടത് അർജന്റീനൻ പ്ലേയേഴ്സിൻ്റെ ഒരു യൂണിറ്റി, അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എസ്പെഷ്യലി ആ ആദ്യത്തെ ഗോള് ആക്ച്വലി എന്താ പറയുക, അൽമഡയും മെസ്സിയും തമ്മിൽ ആ ഒരു മൈൻഡ് റീഡ് ചെയ്തിട്ടുള്ള ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതിലൂടെ ശരിക്കും അല്ലേ ഫെക്കുൻഡോ മദീനയാണ് മാറിയിട്ടാണ് മെസ്സിയെ ഗോൾ അടിക്കുന്നത്. അപ്പം പ്ലേയേഴ്സ് തമ്മിലുള്ള എന്താ പറയുക, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്റൻസിറ്റി എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ പലർമോ പറഞ്ഞു നിങ്ങളുടെ അക്യൂസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തീവ്രതയുടെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു എതിർ ടീം, ഒരു ഒപ്പണൻസ് വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് ഞങ്ങൾ വളരെ രീതിയിൽ കടുത്ത രീതിയിൽ ഡിഫെൻസ് ചെയ്തിട്ട് കളിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോട് കളിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ടാവും. നമ്മൾ കളിയുടെ കാര്യത്തിൽ, കളിയുടെ സൗന്ദര്യം, എസ്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള കളിയുടെ ബാധിക്കുന്ന സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതേ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ ടീം എന്നുള്ള രീതിയിൽ അർജന്റീന നല്ലൊരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നല്ല കളിച്ച് നമുക്ക് അവർ കൊടുത്ത നമ്മൾ ആദ്യ ഗോൾ വന്ന വഴി, അതിൽ മൊത്തത്തിൽ എന്താ പറയുക, ഒരു പരസ്പര ധാരണ കളിക്കാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. അതാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് കുറേ കാലമായിട്ട് ഒരുമിച്ച് കളിക്കുന്നതിലൂടെ അവർ ആർജിച്ചെടുത്താണ്. ആ ഫസ്റ്റ് ഗോളൊക്കെ പലരും പലവട്ടം വീണ്ടും കണ്ടു എന്ന് പറയുന്ന കമൻ്റൊക്കെ. കാരണം അത്രയും നല്ല രൂപത്തിലുള്ള ഒരു, സാറ് പറഞ്ഞ പോലെ അൽമേഡയും മെസ്സിയും ഫെക്കുൻഡോ മെദീനയും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നീക്കത്തിൻ്റെ ഫലമായിട്ടാണ് അവസാനം ഗോൾ. അപ്പം മെസ്സി പറയുന്നുണ്ട് ആ ഗോളിനെ പറ്റിയിട്ട്, ഈ ജോഡി ആൽബക്കൊപ്പം ബാഴ്സലോണയിൽ
കളിക്കുമ്പോൾ നേരത്തെ ഒരു ഗോൾ റയലിനെതിരെ അടിച്ചിട്ടുണ്ട്. ആ ഗോളാണ് മെസ്സിക്ക് ഓർമ്മ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എത്രത്തോളം ആളിത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൂടെ കാണുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൽ ഓസ്ട്രിയ കുറച്ചുകൂടി ബോൾ പൊസിഷനൊക്കെ പിടിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ലേ? ഓസ്ട്രിയ തിരിച്ചു മധ്യനിരയിൽ ഒരു ഡോമിനൻസ് അവരുടെ ഭാഗത്ത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലും കുറേ ഈ കളി എന്ന് പറയുന്നത് ഇടക്കിടക്ക് നിർത്തുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു കളിയുടെ ഫ്ലോ ഉണ്ടല്ലേ, അത് ഇടക്കിടക്ക് ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കളിക്കാർ തമ്മിലുള്ള ടാക്ലിങ്, അതേപോലെ തന്നെ ചാലഞ്ച്, അതേപോലെ തന്നെ ഒരാളിപ്പോൾ ഒരു പ്ലെയറൊക്കെ അർജന്റീന പ്ലെയർ എടുക്കുകയാണെങ്കിൽ മെസ്സിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 3 പേരൊക്കെ ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ളതാണ്. അപ്പോൾ ഒരു കുറച്ച് നേരത്തെങ്കിലും ഈ രീതിയിലുള്ള, എസ്പെഷ്യലി നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അതേപോലെ തന്നെ കണ്ടിരുന്നു. അപ്പോൾ മെസ്സി ആ പെനാൽറ്റി മിസ്സായതിനു ശേഷം ഒരു ഷോർട്ട് ടേമിൽ ഇവരുടെ ഒരു ഡോമിനൻസ് ഒരു മിഡ്ഫീൽഡിൽ, എസ്പെഷ്യലി ഓസ്ട്രേലിയയുടെ ഭാഗത്ത്, കാരണം ആകെ ഷോക്ക്ഡ് ആയിരുന്നു ടോട്ടലി പ്ലെയേഴ്സും ഇൻക്ലൂഡിങ് മെസ്സിയൊക്കെ മൊത്തത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ആ രീതിയിലായിരുന്നു. അപ്പോൾ പിന്നീട് തിരിച്ചു വന്ന് ഗോൾ അടിച്ച് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അവരുടെ ഭാഗത്ത് ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ഇങ്ങനെയുള്ള കൗണ്ടർ അറ്റാക്കുകൾ. പക്ഷെ ഫൈനൽ തേർഡിൽ മാത്രമാണ് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ഫൈനൽ തേർഡിൽ അത് എങ്ങനെയാണ് വന്നത്, ആക്ച്വലി എന്താ പറയുക, ഫിനിഷ് ചെയ്യാന്നതിനെ കുറിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്, ഫിനിഷിങ്ങിൽ അവർ ശരിക്കും ബുദ്ധിമുട്ടിട്ടായിരുന്നു. എമി മാർട്ടിൻസിന് വലിയൊരു പണി ഉണ്ടായിരുന്നില്ല. കാരണം ഇവര് പൊസിഷനൊക്കെ കുറച്ച് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴും അതൊരു പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഗോള് കളിയുടെ അവസാനത്തിലാണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മെസ്സിയുടെ ഒരു ബ്രില്യൻസിൽ നിന്ന് വന്ന ഗോളാണെന്ന് പറയുന്നത്. മെസ്സിയുടെ ബ്രില്യൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ഗോൾ. അതായത് ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഒരു ക്ലച്ചഡാണ് ആക്ച്വലി എന്ന് പറയാം. നമ്മൾ ഗോൾ അടിക്കണം, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് സംഭവം ഉണ്ടാക്കുന്ന വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു മെസ്സിയാണ് അതിൽ കാണാൻ പറ്റിയത്. എങ്ങനെയാണ് ആക്ച്വലി എന്താ പറയുക, ഇപ്പോൾ സച്ച് ആൻ ഇൻക്രെഡിബിൾ പ്ലെയർ ഹീസ്. എന്താണ് ഈ 39-ാം വയസ്സിലും ഇവിടെ ഉള്ളപ്പോൾ ഈ യങ് സൂപ്പർ സ്റ്റാറുകൾക്ക് ചെയ്യാൻ പറ്റാത്തത്, ഗോൾ അടിച്ചു കൂട്ടുകയാണ്, ആനന്ദിക്കുകയാണ്, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയാണ്. അതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഗോളി അതിൻ്റെ മുമ്പ് ഒരു ഷോട്ട് തടഞ്ഞിട്ടതാണ്, അതിന് വന്ന ബോളാണത്. അപ്പോഴും അവിടെ 2 ഓസ്ട്രിയൻ ഡിഫൻഡർമാരുണ്ട്, അതിൽ ഒരാളുടെ കാലിൻ്റെ ഇടയിലൂടെയാണ് ആ ഷോട്ട് വലയിലേക്ക് മെസ്സി അടിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഗോളിലേക്കുള്ള ഒരു ഐ എപ്പോഴും മെസ്സിയിലുണ്ട്. ഇപ്പം സാറ് പറഞ്ഞ ആ ഒരു വാക്കിൽ ഞാൻ പിടിക്കുകയാണ്, ഈ ചെറുപ്പക്കാർക്കൊരു ചാലഞ്ച് കൊടുക്കാൻ ഇപ്പോഴും മെസ്സി. 39-ാമത്തെ വയസ്സിൽ ഈ വേൾഡ് കപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എംബാപ്പയ്ക്ക് 4 ഗോൾ, ഹാലൻഡിന് 4 ഗോളായി. ഇവർ രണ്ടുപേരും ഈ വേൾഡ് കപ്പ് തിളങ്ങും നമുക്ക് ഉറപ്പായിരുന്നു. കാരണം ലോക ഫുട്ബോളിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും ലേതലായിട്ടുള്ള 2 യങ് സ്ട്രൈക്കേഴ്സാണ് അവർ. അവരോടൊപ്പം എന്നാൽ ഞാൻ തന്നെ മുന്നിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇത് ക്രിസ്ത്യാനോയെ കൊണ്ട് സാധിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്രിസ്ത്യാനോ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ എന്നുള്ളത് ക്ലബ് ഫുട്ബോളിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വേൾഡ് കപ്പിൽ മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ എന്നുള്ളത് ഒരു താരതമ്യത്തിനേ സാധ്യതയില്ല. ക്ലബ് ഫുട്ബോളിലാണ് ആ ഡുവലും റൈവൽറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ലോകകപ്പിലേക്ക് വരുമ്പോൾ ഒരു അണ്ടർ അച്ചീവ്ഡ് ആണ് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിലവിൽ 8 ഗോളുകൾ എന്ന് പറയുന്നത് 5 വേൾഡ് കപ്പ് മൊത്തം 5 വേൾഡ് കപ്പിൽ അടിച്ചു. അതിൽ 4 ഗോളുകൾ ഒരു വേൾഡ് കപ്പിലാണ്, ബാക്കിയുള്ള ഓരോ ഗോളുകൾ വീതമാണ് അടിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പെനാൽറ്റികളുണ്ട്. ആദ്യത്തെ വേൾഡ് കപ്പിൽ 2006 നടന്ന വേൾഡ് കപ്പിലും അതേപോലെ തന്നെ 2022 പെനാൽറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡ് ഗോൾ, ഓപ്പൺ ഗോളുകൾ ഇതേപോലെ തന്നെ വളരെ കുറഞ്ഞതാണ്. അത് നമ്മൾ ഈ പെനാൽറ്റി എന്നുള്ള എടുത്തു പറഞ്ഞത്, ആ വേൾഡ് കപ്പിൽ ആ ഒറ്റ ഗോളേ ഉള്ളൂ, അത് പെനാൽറ്റി ഗോളാണ്. 2022 ഒറ്റ ഗോളേ ഉള്ളൂ, അത് പെനാൽറ്റി ഗോളാണ്. അതുകൊണ്ട് എടുത്ത് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം ഈ ഒരു താരതമ്യത്തിന് ഇനി വേൾഡ് കപ്പിൽ സാധ്യതയില്ല. 10 ഗോളിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇനിയൊരു ക്രിസ്ത്യാനോ വേൾഡ് കപ്പ് കളിക്കുന്ന ഒരിക്കലും വിശ്വസിക്കണില്ല. മെസ്സി തന്നെ ഇനി വേൾഡ് കപ്പിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. 10 ഗോളിന്റെ ഡിഫറൻസ് ആക്ച്വലി എന്താ പറയുക, ക്രിസ്ത്യാനോയുടെ നിലവിലെ ഫോമിൽ വെച്ചിട്ട് ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിട്ടുള്ള ഒരേ ഒരു പോർച്ചുഗലിനെ സംബന്ധിച്ചുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനോയെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രതിഭാതരായ പ്ലെയേഴ്സ് ഉണ്ട്. ഈ സറൗണ്ടഡ് ബൈ സച്ച് ബ്രില്യൻറ്റ് പ്ലെയേഴ്സ്. അപ്പോൾ ഈ പ്ലെയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്ട്രൈക്കർ എന്ന രീതിയിൽ അങ്ങനെ ഗോൾ അടിച്ചിട്ടൊക്കെ ഗോൾ അടിക്കാം എന്നുള്ള ആ പ്രതീക്ഷയിലായിരിക്കണം മാർട്ടിനസും തന്നെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് പ്യുവർ സ്ട്രൈക്കർ എന്നുള്ള രീതിയിൽ. പക്ഷേ നിലവിലിപ്പോൾ ഫുട്ബോൾ ലോകകപ്പിലേക്ക് വരുമ്പോൾ നിലവിൽ മെസ്സിയുടെ താരതമ്യത്തിന് ഒരിക്കലും ക്രിസ്ത്യാനോ സംബന്ധിച്ചിടത്തോളം അർഹനല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ എന്നുള്ളത് നമ്മൾ ക്ലബ് ഫുട്ബോളിൽ ചർച്ച ചെയ്താലും
അന്താരാഷ്ട്ര ഫുട്ബോളിൽ വേൾഡ് കപ്പിൽ എസ്പെഷ്യലി വേൾഡ് കപ്പിൽ അതിൽ ഒരു അർത്ഥമില്ലാത്ത താരതമ്യമാണ്. മെസ്സിയുടെ തൊട്ടടുത്ത് പോലും ക്രിസ്ത്യാനോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ എംബാപ്പെ മെസ്സിയോട് കട്ടക്ക് നിൽക്കുന്നുണ്ട്. എംബാപ്പെ ഇപ്പോൾ ഇന്നലെ 2 ഗോൾ അടിച്ചതിന് ശേഷം എംബാപ്പയോട് ചോദിക്കുന്നുണ്ട്, മെസ്സി 3 ഗോളായി, 5 ഗോളായി ടോട്ടൽ, നിങ്ങൾ 4 ഗോളാണ് എന്താ ചോദിച്ചപ്പം എംബാപ്പയുടെ മറുപടി, ഞാൻ നോക്കുന്നില്ല, മെസ്സിയുടെ കളിയും കാര്യങ്ങളും ഞാൻ നോക്കുന്നില്ല, നോക്കിയാൽ പിന്നെ ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അത് എല്ലാ റെസ്പെക്റ്റോടും കൂടി പറയുകയാണ്. അത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ടീമിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ആയിരിക്കാം, പക്ഷെ ഒരു റിസൾട്ട് അറിയുന്നുണ്ടാവും, അതേപോലെ ആരൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അൺനോയിങ്ലി ഇതൊക്കെ അവരിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടാവും. ഇപ്പോൾ എംബാപ്പയുടെ സമീപനം കണ്ടാൽ തന്നെ അറിയാം. എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ്, അതായത് 2018 ഫ്രാൻസ് വേൾഡ് കപ്പ് നേടിയപ്പോൾ ഒരു ടീനേജ് ആയിരുന്നു. അപ്പോൾ ബോധപൂർവ്വം ഞാൻ എംബാപ്പെ എന്ന് പറഞ്ഞ രീതിയിൽ സൂപ്പർ സ്റ്റാർ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലാണ് പിന്നെ എംബാപ്പയ്ക്ക് വൻപിച്ചൊരു സ്വീകാര്യതയോടുകൂടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എംബാപ്പെ എന്ന് പറയുന്നത് ക്ലബ് തലത്തിലും അതേപോലെ തന്നെ കൂടുതൽ പെർഫോം ചെയ്തിട്ട് ഈ ഒരു സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകകപ്പിൽ ഒരു വലിയ ഒരു ഫ്രാൻസിനോടൊപ്പം തന്നെ, ഫ്രാൻസ് എന്ന് പറയുന്നത് ലോകകപ്പ് നേടുന്ന പ്രതീക്ഷിക്കപ്പെടുന്ന ടീം തന്നെ ഈ പ്രാവശ്യവും. അപ്പോൾ അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും തിളങ്ങുന്ന പ്രതീക്ഷിക്കപ്പെടുന്നത് ആരാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാണ് എംബാപ്പെ പ്രാവശ്യം കളിക്കുന്നത്, ഗോളടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു കളി കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവർ തമ്മിലുള്ള ഈ ഒരു ഗോൾ പോര്, അങ്ങനെ പറയാം, ഗോൾ പോര്, അതെ, അത് ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 2 ഗോളിൻ്റെ വ്യത്യാസമാണ് ടോട്ടൽ ഗോളിൻ്റെ കണക്കിലുള്ളത്. അതിപ്പോൾ ഈ വേൾഡ് കപ്പിൽ എംബാപ്പെ മറികടക്കുമോ അതല്ല മെസ്സി ഇതേ പോക്കിന് പോകുന്നതാണോ സാർ വിചാരിക്കുന്നത്? ഡിപ്പെൻസ്. അടുത്ത കളി ജോർദാനാണ്. ഒരു പക്ഷേ ഇപ്പോൾ അർജന്റീന നിലവിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. അർജന്റീന സത്യം പറഞ്ഞാൽ ഇതിൽ വളരെ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. അർജന്റീനയും സ്പെയിനും കേപ്പ് വെർദയോട് നന്ദി പറയണം. കാരണം ഗ്രൂപ്പ് അർജന്റീന നേരിടേണ്ടത് ഗ്രൂപ്പ് എച്ചിലുള്ള അതില് മിക്കവാറും ഇനി സാധ്യത ഒന്നുകിൽ ഉറുഗ്വ അല്ലെങ്കിൽ കേപ്പ് വെർദെ, ഈ 2 രാജ്യങ്ങളാണ്. സൗദിക്കും സാധ്യത. ഉറുഗ്വയുടെ സമനില പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്തായത് ഇതുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് 32 അതാണ്. ഓക്കെ, അപ്പം ഇതിലിപ്പം പറയുന്നത് വെച്ചാൽ സ്പെയിൻ വേഴ്സസ് അർജന്റീന മത്സരത്തിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ഉറുഗ്വ 2 കളിയും സമനില ആയതുകൊണ്ട് അടുത്ത കളിയിൽ ഒരു സമനില കിട്ടിയാൽ പോലും അവർ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആകുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അടുത്ത കളി ജോർദാനാണ്. അപ്പോൾ മെസ്സിയുടെ ഒരു ഗോൾ വർഷം അവിടെ നടക്കുമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നണേ മെസ്സിക്ക് ഒരു പക്ഷേ അത് പോസിറ്റീവായിട്ട് മെസ്സി കളിച്ചോട്ടെ, ഗോൾ അടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ലോകകപ്പിലെ റെക്കോർഡുകൾ ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് മെസ്സിയെ ഇറക്കാവുന്ന രീതിയിലാണെങ്കിൽ ഒരു പക്ഷേ സ്കലോണി എന്ത് ചെയ്തേക്കും, മെസ്സിയെ ഇറക്കിയേക്കും ജോർദാനെതിരെ. ഇനി അതല്ല, ഒരു എനർജി പ്രിസർവ് ചെയ്യാൻ കൂടുതൽ അടുത്ത നോക്കൗട്ടിലേക്ക് മൂപ്പരൊന്ന് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്, കൂടുതൽ കടുത്ത മത്സരങ്ങൾ വരാൻ പോവാണല്ലോ, അപ്പോൾ അതിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി വിശ്രമം കൊടുക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മെസ്സി അവിടെ കളിക്കൂല. അപ്പൊ എംബാപ്പയെ എങ്ങനെയാണ് ഫ്രാൻസ് കളിപ്പിക്കുന്നത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഫ്രാൻസിനെ ഇപ്പോൾ ഫ്രാൻസ് 2 കളിയായി, മിക്കവാറും അവർ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആവും. എംബാപ്പയ്ക്ക് വിശ്രമം അനുവദിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഇവർ 2 പേരും എങ്ങനെ കളിക്കുന്നു, 3ാമത്തെ കളി കളിപ്പിക്കും, എത്ര ടൈം കിട്ടും എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. മെസ്സി ഇറങ്ങിയ ജോർദാനെതിരെ നല്ല ചാൻസ് ഉണ്ട് ഗോൾ അടിക്കാനും വരാനുള്ള നല്ലൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 2 ടീമുകളുടെ ഒരു സ്വഭാവം വെച്ചിട്ട് മെസ്സിക്ക് വിശ്രമം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ആ ടീമിൻ്റെ ഒരു സ്വഭാവം അതാണ്. മാത്രമല്ല പലപ്പോഴും അത് സ്കലോനിനെ പറഞ്ഞിട്ടുണ്ട്, മെസ്സിക്ക് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണം, ആൾക്ക് ഇങ്ങനെ പുറത്തിരിക്കാനോ റെസ്റ്റ് എടുക്കാനോ വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ശാരീരികമായിട്ട് പരിക്കിൻ്റെ എന്തെങ്കിലും അലട്ടലുകളില്ലെങ്കിൽ മെസ്സി കളിക്കും. അതേസമയം ഫ്രാൻസിൻ്റെ ഒരു സ്വഭാവം വെച്ച് എംബാപ്പയെ അവർ പുറത്തിരുത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ദ്വിതീയ ദശാം അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ വേണമെങ്കിൽ ഈ സൂപ്പർ താരത്തൊന്ന് പ്രിസർവ് ചെയ്ത് അടുത്ത കളിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മെസ്സി എംബാപ്പയുടെ പിടിവിടും. അല്ല, അതിൽ വേറൊരു വിഷയമുണ്ട്. അതായത് മെസ്സിയുടെ ഒരു ഏജ് ഒന്നുകൂടി ഇപ്പോൾ അഡ്വാൻസ് 39 വയസ്സായി. അപ്പോൾ കളിക്കിടയിൽ എന്തെങ്കിലും ഫിസിക്കലി പ്രശ്നങ്ങൾ വരുമോ നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ ജോർദാനെതിരെ ഇപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട് എന്നുള്ള നിലക്ക് ഒരു പക്ഷേ ജോർദാനെതിരെ എന്ത് ചെയ്തേക്കും, മെസ്സിയെ മാറ്റിയുള്ള ഒരു പുതിയൊരു ഫോർമേഷനിൽ ചിലപ്പോൾ ഒരു കളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണങ്ങൾക്ക് അപ്പം അങ്ങനത്തെ രീതിയിൽ നമ്മൾ സ്കലോണി ചെയ്തുകൂടാ എന്നില്ല, സാധ്യത മാത്രം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും
അങ്ങനെയും വരാം. ഏതായാലും മെസ്സി കുറച്ച് സമയമെങ്കിലും കളിക്കുന്നതാണ് അർജൻറ്റീനയുടെ കളികൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഫുൾ ടൈം ഒരു പക്ഷേ കളിച്ചില്ലെങ്കിൽ പോലും സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ, ഗോൾ അടിച്ചടിച്ച് അങ്ങനെ വരികയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങനെ തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു. ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലേക്ക് മെസ്സി എംബാപ്പെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ക്രിസ്ത്യാനോയുടെ കളിയുണ്ട്, അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം. തൽക്കാലത്തേക്ക് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.